എം മുകേഷിനെതിരെ പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുമ്പോൾ എം മുകേഷിന്റെ തുടർ നടപടികൾ കൂടി ഇപ്പോൾ വാർത്തയാകുന്നു. അദ്ദേഹം മുൻകൂർ ജാമ്യ നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഹൈക്കോടതിയിലേക്ക് നേരിട്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകാം എന്നുള്ളതാണോ, അതോ കീഴ്ക്കോടതിയെ സമീപിച്ചതിന് ശേഷം ഹൈക്കോടതിയിലേക്ക് എന്നുള്ളതാണോ? അദ്ദേഹം കൊച്ചിയിൽ അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തിയോ? അനുജ, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ഒരൊറ്റ കേസ് മാത്രമാണ് ഇതുവരെയും കോടതി മുമ്പാകെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് VK പ്രകാശ്, സംവിധായകൻ VK പ്രകാശിന്റെ കേസാണ് കോടതിയിലെത്തിയത്. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ആ കേസ് പരിഗണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ജഡ്ജ് ചേംബറിലെത്തി മറ്റു കേസുകൾ കേൾക്കുകയാണ്. അല്പസമയത്തിനകം ഈ VK പ്രകാശിന്റെ കേസ് പരിഗണനയ്ക്കെടുക്കും. അത് ലൈംഗികാതിക്രമമാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവരുടെ കേസുകൾ വരില്ല എന്നല്ല, സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെ രാവിലെ ഇത്തരത്തിൽ കേസുകൾ ടുഡേ ആയി മൂവ് ചെയ്ത് കയറ്റാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ കേസുകൾ വരുമോ എന്നുള്ളതാണ് നോക്കുന്നത്. സ്വാഭാവികമായും വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇടവേള ബാബു ഇത്തരത്തിൽ കൊച്ചിയിൽ അഭിഭാഷകനുമായി ചർച്ച നടത്തിയെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. നടൻ സിദ്ദിഖ് ചർച്ച നടത്തിയതായി ഇപ്പോൾ വിവരം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ സിദ്ദിഖിന്റെ കാര്യത്തിൽ ജില്ലാ സെഷൻസിലേക്ക് പോയതിന് ശേഷം നേരെ ഹൈക്കോടതിയിലേക്ക് വരുന്നതിനെ കുറിച്ചും ആലോചനയുണ്ട്. കാരണം ബലാത്സംഗ കേസാണ്. ഹൈക്കോടതിയിലേക്ക് പോയത് ആദ്യം തള്ളിയാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനാൽ ജില്ലാ സെഷൻസിൽ പോയതിന് ശേഷം മതി ഹൈക്കോടതിയിലേക്ക് പോകുന്നത് എന്നൊരു തീരുമാനവുമുണ്ട്. നടൻ മുകേഷും കൊച്ചിയിലുണ്ട് എന്ന വിവരം പുറത്തു വരുന്നു. അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹവും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അദ്ദേഹം ഈ സെഷൻസിലേക്ക് പോകുന്നതിൽ സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമില്ല. ഒരു പക്ഷേ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് പോവുക എന്നുള്ളതിനായിരിക്കും അദ്ദേഹം മുൻതൂക്കം നൽകാൻ സാധ്യത. ചർച്ച നടക്കുന്നു എന്നാണ് വിവരം കിട്ടുന്നത്. അതായത് ഇന്ന് കേസെടുത്തിട്ടുള്ള, സിറ്റിയിൽ കേസെടുത്തിട്ടുള്ള 5 പേരും റൂറലിൽ കേസെടുത്ത ഒരാളും എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഹൈക്കോടതിയിലാണ് ഇപ്പോൾ ഈ കേസുകളെല്ലാം വന്ന് ചേരാൻ പോകുന്നത്. ഹൈക്കോടതിയാണ് ശ്രദ്ധാകേന്ദ്രം. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നു തുടങ്ങും. അതാണിപ്പോൾ നടന്മാർ ഓരോരുത്തരായി മുൻകൂർ ജാമ്യാപേക്ഷ ശ്രമം നടത്തുകയാണ്. അതിൽ മുകേഷിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള കൂടിയാലോചനകൾ നടക്കുന്നു. ഇന്നിപ്പോൾ കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത് VK പ്രകാശിന്റെ ഒരു അപേക്ഷ മാത്രമാണ് നിലവിൽ എന്നുള്ള വിവരമാണ് ശ്രീകാന്ത് നൽകിയത്. ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിക്കും. അവര് തീരുമാനിക്കും. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ പ്രതികരിക്കുകയായിരുന്നു. നിലവിൽ നടക്കുന്ന ഈ കാര്യങ്ങളുടെ പ്രതികരണം വിശദമായി തന്നെ അദ്ദേഹം നൽകുകയായിരുന്നു.